തൃത്താല കപ്പൂരിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥന് ദാരുണാന്ത്യം. തൃത്താല കപ്പൂർ അന്തിമഹാളൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചാത്തൻ പൊന്നത്ത് പറമ്പിൽ ചന്ദ്രൻ എന്ന 50-കാരനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. മീൻ പിടിക്കുന്നതിനായി വീടിനു സമീപത്ത് വയലിലേക്ക് പോയതായിരുന്നു. തിരിച്ചുവരുന്നതിനിടെ പുൽച്ചെടികൾക്കിടയിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ പിടിക്കുകയായിരുന്നു. ഒരു കമ്പിന് 150 ജോയിന്റ് ഉണ്ടാവുക. ഇപ്പോൾ ഒരു കമ്പി പൊട്ടി, ഇനി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പൊട്ടും. ഇതാ മരിച്ചതിന് ശേഷം ഇപ്പം പൊട്ടിയതേ. എന്നിട്ടിപ്പോൾ അവർ വീസ് വിരിച്ച് പോയിക്കുക. ഇനി പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കി ഇനി കാറ്റ് വീശി അപ്പം പൊട്ടും. എന്നിട്ട് ഇത് 40-45 കൊല്ലത്തെ കമ്പി അത് ജോയിൻ്റ് അടിക്കുക വിടുക. ഇപ്പോൾ ആളായിട്ട് കെട്ടുന്ന പോലെ കെട്ടിയിട്ടാണ് ജോയിൻ്റ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പോയി കണ്ടോക്കി കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം. ഇപ്പം മരിച്ചെടുത്ത് കണ്ടില്ല എത്ര ജോയിൻ്റ് ഉണ്ട് അവിടെ നിന്നിട്ട്. ഈ നോക്കാൻ ദൂരത്ത് 8 ജോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ പീസിന് മറ്റേ പീസിന് കമ്പി കൊടുത്തിക്കാണ്, നേരിട്ട് കമ്പി കൊടുക്കുക. പീസില്ല. ഇതിലെല്ലാം കറണ്ട് പിടിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും പോയി മരിക്കണം എന്നാണ് ഇലക്ട്രിസിറ്റി തീരുമാനം. അങ്ങനെ ഇവിടുത്തെ കാര്യം കൂട്ടുന്നു. ഇത് 40-45 കൊല്ലത്തെ കമ്പിയാണ്. ലൈനിൽ ഇടയ്ക്കിടയ്ക്ക് പൊട്ടി വീഴാറുണ്ട്. പക്ഷേ വന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നൊരു ജോയിൻ്റ് ചെയ്ത് പോവാറും ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റേതായുള്ള കറക്റ്റ് മാതിരി അവർ ചെയ്യാറില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പൊട്ടാറുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ എൻ്റെ പോത്തുംകുട്ടികളെ ഈ പരിസരത്ത് വന്ന് കെട്ടിയിട്ട് നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. ഇന്ന് ഈ പോത്തുംകുട്ടികളെ ഞാൻ കൊടുത്ത് എൻ്റെ വെളുപ്പിന് തന്നെ കെട്ടിട്ടെടുക്കണം. അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഈ സംഭവം. പിന്നെ പെട്ടെന്ന് അറിയാതെ പൊട്ടി കിടക്കുന്ന കമ്പി കണ്ടില്ല, അതിന് നമ്മൾ പിടിച്ചു. അങ്ങനെയാണ് സംഭവം. പീസ് മേലെ റോഡ് സൈഡിലുണ്ട്, അതിന് പീസ് വെച്ചിട്ടില്ല, സെപ്പറേറ്റ് കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അതെ കമ്പിയാണ് അവർ കൊടുത്തിറക്കുന്നത്, പീസില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പീസ് ഊരാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാനോ പറ്റത്തില്ല. മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ.